ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ പുതിയൊരു PYQ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ 2025 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നാല് സ്റ്റേജിലായിട്ട് നടന്നിട്ടുള്ള പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പ്രത്യേകം പ്ലേലിസ്റ്റിലായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറിയിട്ട് നോക്കിയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? എസ് സോമനാഥാണ് കേട്ടോ. ഇത് 2022 നമുക്ക് നിലവിലെ ISRO ചെയർമാൻ ആരാണെന്ന് നോക്കാം. ആരാണ് നിലവിലെ ISRO ചെയർമാൻ? ആരാണ്? വി നാരായണനാണ് കേട്ടോ. വി നാരായണനാണ് നിലവിലെ ISRO ചെയർമാൻ എന്ന് പറയുന്നത് കേട്ടോ. എഴുതി വെച്ചേക്കണേ. നമ്മുടെ നിലവിലെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ചെയർമാൻ ആരാണ്? വി നാരായണനാണ്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര്? ലീലാതിലകം. ലീലാതിലകം. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏതു ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? വിപണനം. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? ചൈന. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? പരിസ്ഥിതി. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ആദ്യ ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? മിതാലി രാജ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ദാമോദർ മൗസെ. നിലവിലെ ജ്ഞാനപീഠ അവാർഡ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ആർ വൈരമുത്തുവിനാണ് കേട്ടോ. ആർ വൈരമുത്തുവിനാണ് നിലവിലെ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. 2026 ജ്ഞാനപീഠ അവാർഡ് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ആർ വൈരമുത്തുവാണ്. അദ്ദേഹം തമിഴ് കവിയാണ് കേട്ടോ. തമിഴ് കവിയാണ് ആർ വൈരമുത്തു. എഴുതി വെച്ചേക്കണേ, മറക്കരുത്. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? മീററ്റ്. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ഫെബ്രുവരി 28. നമ്മുടെ 2026 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഓർമ്മ വരുന്നുണ്ടോ? അത് ശാസ്ത്രത്തിലെ സ്ത്രീകൾ നമ്മുടെ വികസിത് ഭാരത് ഉത്തേജിപ്പിക്കുന്നു. ശാസ്ത്രത്തിലെ സ്ത്രീകൾ വികസിത് ഭാരത് ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാഷണൽ സയൻസ് ഡേയുടെ തീമായിട്ട് 2026 വരുന്നത് കേട്ടോ. ശാസ്ത്രത്തിലെ സ്ത്രീകൾ വികസിത് ഭാരത് ഉത്തേജിപ്പിക്കുന്നു. വുമൻ ഇൻ സയൻസ് കാറ്റലൈസിങ് വികസിത് ഭാരത് എന്നുള്ളതാണ് കേട്ടോ. മറക്കരുതേ. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? 2021. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? ഡി ആണ്. ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിലല്ല ബന്ധിപ്പിക്കുന്നത്, ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഖൈബർ ചുരം എന്ന് പറയുന്നത് അല്ലേ. ബാക്കി നമുക്ക് നോക്കാം. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് കേട്ടോ. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ആരാണ്? ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശ്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയുമാണ് വേർതിരിക്കുന്നത്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന രേഖകളാണ്. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിലാണ് വേർതിരിക്കുന്നത്. ഖൈബർ ചുരം ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യമേത്? ബ്രസീൽ. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തതേത്? സാമ്പാർ തടാകം. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത്? റൂർക്കേല. കോർബ കൽക്കരി പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ കൽക്കരി പാടം എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ദേശീയ ജലപാത 2 ഏതൊക്കെ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സാദിയ ടു ദുബ്രിയാണ് ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത് കേട്ടോ. സാദിയ ടു ദുബ്രിയാണ് നാഷണൽ വാട്ടർവേ 2 ബന്ധിപ്പിക്കുന്നത്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെ? ഹൈദരാബാദ്. നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശ്.
നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ആനന്ദമഠം. ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത്? മൗലികാവകാശങ്ങൾ ന്യായവാദ അർഹമല്ല. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. മൗലികാവകാശങ്ങൾ ന്യായവാദം അർഹമാണ് അല്ലേ? മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാം അല്ലേ? 226(32) അല്ലേ? 226 ഹൈക്കോടതി, 32 സുപ്രീം കോടതി റിട്ടുകൾ ഓർത്തിരിക്കുക കേട്ടോ. നമ്മുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് റിട്ട് പുറപ്പെടുവിക്കുന്നത് 32, 226 ആർട്ടിക്കിൾ പ്രകാരമാണ് കേട്ടോ, ഓർത്തിരിക്കണേ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ആന, കാള, സിംഹം, കുതിര. കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വത്തവകാശമാണല്ലേ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത്. അതിപ്പോൾ എന്താണൊരു നിയമാവകാശമാണ്. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്? 1947 ജൂലൈ 22 കേട്ടോ. ത്രിവർണ്ണ പതാകയെ, നമ്മുടെ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ് 47 ജൂലൈ 22. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? സംബാദ് കൗമുദി. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗട്ടിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത? മാഡം ബിക്കാജി ഗാമ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ? കുമാര ഗുരുദേവൻ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ? ദാദാഭായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ? മൗണ്ട് ബാറ്റൺ പ്രഭു. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല? തിരുവിതാംകൂർ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? കെ കേളപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ്? ചട്ടമ്പി സ്വാമികൾ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം? ഇടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ട തടാകം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായലേത്? വേമ്പനാട്ടു കായൽ. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? വയനാട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം? ചെമ്പഴന്തി. കേരളത്തിലെ ദേശീയ ജലപാത? 3. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി? ഗൗരി പാർവതിബായി. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം? ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ബഹുജന സമരം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? നിസ്സഹകരണ പ്രസ്ഥാനമാണ്, നിസ്സഹകരണ സമരമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ലാഹോർ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. കേരളത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം? 1957.
ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ഫസൽ അലി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം മീററ്റ്. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഓണം. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തുലാവർഷം. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗാനത്തിൻ്റെ രചയിതാവ് അംശി നാരായണപിള്ള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴ. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളി. വർഷം ഓർത്തിരിക്കണേ, 1853 കേട്ടോ വില്ലുവണ്ടി യാത്ര അയ്യങ്കാളിയുടെ. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ച വർഷം 1861. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന പ്രധാന വേദി ഏത്? ഇവിടെ വെച്ചിട്ടാണ് പയ്യന്നൂർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. 1ഉം 3ഉമാണ്. ക്ഷയവും ചിക്കൻ ബോക്സുമാണ് വായുവിലൂടെ പകരുന്നത്. ആഹാരവസ്തുക്കൾ കടിച്ച് കീറാൻ സഹായിക്കുന്ന പല്ലേത്? കോമ്പല്ല്. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹ്യ ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഭൂമിക. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹ്യ ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഭൂമികയാണ്. ഭൂമിക. സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിറ്റാമിൻ സി. രക്തത്തിലെ ദ്രാവക ഭാഗം എന്ത് പേരിൽ അറിയപ്പെടുന്നു? പ്ലാസ്മ. താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തത് ഏത്? 2ഉം 4ഉമാണ് അല്ലാത്തത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. പവിത്രയും ഹ്രസ്വയും എന്താണ്? നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ്. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത്? ആന്തോസയാനിൻ. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആനന്ദ് മോഹൻ ചക്രവർത്തി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാസർഗോഡ്. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമേത്? 1984. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. എന്താണ് ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റോമിക് നമ്പറുകളൊക്കെ സെയിം ആയിട്ടുള്ളതും മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിട്ടുമുള്ള മൂലകത്തിന് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൽ ആറ്റോമിക് നമ്പർ സെയിം ആയിട്ടുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ്? അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ ഏതാണ് ആറ്റോമിക് നമ്പർ, ഏതാണ് മാസ് നമ്പർ എന്നാണ് അറിയണമല്ലേ? ഞാൻ ഒന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മൂലകത്തിൻ്റെ മേളിൽ തന്നിരിക്കുന്നത് എന്താണ്? ആറ്റോമിക് മാസ് ആണ് കേട്ടോ. ആറ്റോമിക് മാസ് ആണ്. ഞാനൊരു കോഡ് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴെ ആറ്റോമിക് നമ്പർ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഒരു മൂലകത്തിൻ്റെ മേലെ തന്നിരിക്കുന്നത് ആറ്റോമിക മാസ്, അതായത് മാസ് കൂടിയതൊക്കെ മേലെയാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പം മേളിലുള്ളതൊക്കെ ആറ്റോമിക് മാസും താഴെ തന്നിരിക്കുന്നതൊക്കെ ആറ്റോമിക് നമ്പറും ആയിരിക്കും. അപ്പോൾ ഇനി ഇവിടെ നോക്കിക്കേ, സെയിം ആയിട്ടുള്ള ആറ്റോമിക് നമ്പറുകൾ സെയിം ആയിട്ടുള്ളത് ഏതാ ഉള്ളത്? ഇവിടെ കാർബൺ അല്ലേ, ഇത് മാത്രമാണ് ഉള്ളത്. 6 സെയിം ആയിട്ടുള്ള ആറ്റോമിക് നമ്പേഴ്സാണ് അല്ലേ. ഇനി എന്നാൽ ഐസോ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു കോഡുണ്ട്. നമ്മുടെ ബാറിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഒരേ മാസ് ആയിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. അതായത് സെയിം ആറ്റോമിക് മാസ് ഉള്ളതാണ് ഐസോ ബാർ എന്ന് പറയുന്നത്. സെയിം ആയിട്ടുള്ള ആറ്റോമിക് നമ്പർ ആണെങ്കിൽ അത് ഐസോ ടോപ്പുകളാണ്. ഓർത്തിരിക്കുക കേട്ടോ. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ? ലാന്തനോയിഡുകൾ. ഘനജലത്തിൻ്റെ രാസസൂത്രം ഏത്? ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ക്ലോറോംഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൻറ്റിബയോട്ടിക്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏത്? സംവഹനം. താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? മണ്ണെണ്ണ. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്?
മംഗൾയാൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? അപവർത്തനം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനം ഏതാണ്? ഭ്രമണം. ഈ ഭ്രമണം ചെയ്യുന്നതിനോടൊപ്പം എന്തും കൂടെ സ്വയം തിരിയുന്നതിന് എന്ത് പറയുന്നു? പരിക്രമണം എന്നാണ് കേട്ടോ പറയുന്നത്. പരിക്രമണം. അപ്പോൾ ഇന്ന് നമ്മൾ 80 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കിയത്. 80 GK ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിരിക്കുന്നത്. നമ്മുടെ പ്രിലിംസിനൊക്കെ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത് കേട്ടോ. പ്രിലിംസുമായിട്ട് ചോദിക്കാൻ ആപ്റ്റായിട്ടുള്ള നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ അറിയാത്തത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. അതിൻ്റെ 4 ഓപ്ഷനും കൂടെ, ബാക്കി 3 ഓപ്ഷനും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാനാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.